എല്ലാവർക്കും നമസ്കാരം. പില്ലിൻ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേരള PSCയുടെ എക്സാമുകളിൽ മാത്സിൽ നിന്ന് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ അതെങ്ങനെ അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാമെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ മാത്സിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ആൻസർ എളുപ്പം എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമ്മൾ പല യൂട്യൂബ് ചാനലിൽ നിന്നും അതേപോലെ തന്നെ കോച്ചിങ് സെൻറ്ററിൽ നിന്നെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഈ തന്നിരിക്കുന്ന ചോദ്യത്തിൻ്റെ ആൻസർ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പ്രധാനമായും ഈ വീഡിയോ ചെയ്യുന്നത് മാത്സിൻ്റെ ബേസിക്സ് അല്ലെങ്കിൽ കണക്കിൻ്റെ ബേസിക്സ് മുതൽ അറിയണമെന്ന് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ സ്റ്റുഡൻസിന് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. മറ്റുള്ളവർക്കും കാണുന്നതിൽ കുഴപ്പമില്ല, എങ്കിലും നമ്മൾ മെയിനായിട്ടൊന്ന് കൺസിഡർ ചെയ്യുന്നത് മാത്സിൻ്റെ കണക്കിൻ്റെ ബേസിക് മുതൽ എങ്ങനെയാണെന്ന് അറിയണമെന്ന് താല്പര്യമുള്ളവർക്ക് വേണ്ടിയാണ്. 1/2 + 2/3 + 1/4 + 1/8 ക്രിയ ചെയ്യുക, ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് 1/2. അത് നമുക്ക് എടുക്കാം, 1/2. ആ ഒരു 1/2 എന്ന് പറയുന്നത് അതിനെയാണ് ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്, അഥവാ ഭിന്നസംഖ്യകൾ. 1 അല്ലെങ്കിൽ 1 എഴുതിയേക്കുന്നത് ന്യൂമറേറ്റർ, മലയാളത്തിൽ അംശമെന്നും, ആ വരയ്ക്ക് തൊട്ട് താഴെ 2 എഴുതിയേക്കുന്നത് ഡിനോമിനേറ്റർ അഥവാ ഛേദമെന്നും പറയും. അപ്പോൾ ഇതൊരു ഫ്രാക്ഷനാണ്, ഒരു ഭിന്നസംഖ്യയാണ്. ഏത് 1/2. അതേപോലെ 2/3, 1/4, 1/8 ഇതെല്ലാം ഒരു ഫ്രാക്ഷനാണ്, ഭിന്നസംഖ്യകൾ. വരയ്ക്ക് മുകളിൽ ഫ്രാക്ഷൻ ബാർ, ആ വരയ്ക്ക് പറയുന്നതാണ് ഇംഗ്ലീഷിൽ ഫ്രാക്ഷൻ ബാർ. ഫ്രാക്ഷൻ ബാറിന് മുകളിലുള്ളത് ന്യൂമറേറ്റർ അഥവാ അംശമെന്നും, ഫ്രാക്ഷൻ ബാറിന് തൊട്ട് താഴെ 2 എഴുതിയിരിക്കുന്നത് ഡിനോമിനേറ്റർ അഥവാ ഛേദമെന്നും പറയുന്നു. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്തെന്ന് വെച്ചാൽ ഡിനോമിനേറ്ററുകൾ, അതായത് ഇവിടെ കൊടുത്തിരിക്കുന്നത് 2, 3, 4, 8 ഈ 4 ഛേദങ്ങളെ ഒരൊറ്റ സംഖ്യയായിട്ട് മാറ്റണം, അതായത് ഒരു ഒറ്റ ഡിനോമിനേറ്ററായിട്ട് മാറ്റണം. ഇവിടെ 4 ഉണ്ടല്ലോ, അതായത് 2, 3, 4, 8 ഈ 4 ഡിനോമിനേറ്ററുകളെ ഒരൊറ്റ കോമൺ ഡിനോമിനേറ്ററായിട്ട് മാറ്റുകയാണ്. അപ്പോൾ അതിനു വേണ്ടി ആദ്യം ചെയ്യേണ്ടതാണ് LCM കാണുക. പൊതുവെ എല്ലാവർക്കും LCM എന്താണെന്ന് അറിയാവുന്നതായിരിക്കും, കാരണം നമ്മൾ ചെറിയ ക്ലാസ്സുകളിലെല്ലാം പഠിച്ചതാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് LCM കാണണം. അപ്പോൾ ഫസ്റ്റ് ആ ഡിനോമിനേറ്ററുകളെ അതേപോലെ എടുത്ത് നമ്മൾ LCMന് വേണ്ടി മാറ്റി എഴുതുക. 2, 3, 4, 8 വരയ്ക്കുക. അതിൻ്റെ LCM നമുക്ക് കാണാം. 2, 4, 8 എല്ലാം 2ൻ്റെ ഗുണിതങ്ങളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മൾ 2 എഴുതുന്നു. അപ്പോൾ 1 × 2 = 2. അപ്പോൾ 1 × 2 = 2. അടുത്തത് നമുക്ക് 2നെ എത്ര കൊണ്ട് ഗുണിച്ചാലും 3 കിട്ടത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം? 3 താത്തിറക്കി. അടുത്തത് 4 കിട്ടണമെങ്കിൽ 2നെ എത്ര കൊണ്ട് ഗുണിച്ചാലാണ് 4 കിട്ടേണ്ടത് അത് നോക്കാം. 2 × 2 4. അടുത്ത സംഖ്യ 8. 8നെ 8 കിട്ടണമെങ്കിൽ 2നെ എത്ര കൊണ്ട് ഗുണിച്ചാലാണ് 8 കിട്ടുന്നതെന്ന് നോക്കാം. 4. 4 × 2 8. അടുത്ത ലൈൻ വരച്ചു. വീണ്ടും നമ്മൾ നോക്കുമ്പോൾ ഇവിടെ 2ൻ്റെ ഗുണിതങ്ങളാണ് നമുക്ക് കൂടുതലും കാണുന്നത്, 2ഉം 4ഉം. അപ്പോൾ നമ്മളെന്തോ ഒന്നും കൂടെ 2 എഴുതുന്നു. നോക്കി, ആദ്യം നമ്മൾ ഫസ്റ്റ് കിടക്കുന്ന 1, 2നോട് എത്ര ഗുണിച്ചാലും 1 കിട്ടത്തില്ല, കാരണം 2നേക്കാൾ ചെറിയ സംഖ്യയാണ് 1. അപ്പോൾ 2ൻ്റെ ഗുണിതവുമല്ല. അപ്പോൾ എന്ത് ചെയ്യും? ആ 1 താത്തിറക്കി. നെക്സ്റ്റ് 3 എങ്ങനെയാണോ നേരത്തെ ചെയ്തത് അതേപോലെ തന്നെ, കാരണം 2നോട് എത്ര ഗുണിച്ചാലും 3 കിട്ടത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ആ 3ഉം താത്തിറക്കി. അടുത്ത നെക്സ്റ്റ് 2ആണ് കിടക്കുന്നത്. അപ്പോൾ ആ 2 കിട്ടണമെങ്കിൽ ഇവിടെ എഴുതിയിരിക്കുന്ന ഈ 2നോട് എത്ര ഗുണിച്ചാലാണ് 2 കിട്ടുന്നത്? 1 × 2 = 2. 1 × 2 2. അടുത്തത് 4ആണ്. അപ്പോൾ 4 കിട്ടണമെങ്കിൽ നമ്മൾ നേരത്തെ തൊട്ട് മേളത്തെ സ്റ്റെപ്പ് ചെയ്തതുപോലെ തന്നെ 2 × 2 4. അടുത്ത ലൈൻ വരച്ചു. വീണ്ടും നമ്മൾ 2 എഴുതുന്നു. 1 താത്തിറക്കി, 3 താത്തിറക്കി, വീണ്ടും ആ 1 താത്തിറക്കി, ലാസ്റ്റ് 2, അതായത് 1 × 2 2. വീണ്ടും നമ്മൾ ഒരു ലൈൻ വരച്ചു. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇനി 3 മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? 3 എഴുതുന്നു. 1 താത്തിറക്കി, നെക്സ്റ്റ് 3 വന്നു. അപ്പോൾ 1 × 3 = 3. അപ്പോൾ 1 അടുത്തത് 1 താത്തിറക്കി, 1 താത്തിറക്കി, ഫിനിഷ്. അപ്പോൾ ലെസ്സാഗ് കാണുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ലാസ്റ്റ് എല്ലാം 1 1 1 വന്നിരിക്കണം. അതാണ് നമ്മൾ ലെസ്സാഗ് കാണുന്നതിൻ്റെ ഉദ്ദേശം. പലരും ഇതിൻ്റെ പകുതി സ്റ്റെപ്പ് വെച്ച് കട്ട് ചെയ്ത് അവർക്കറിയാം ഇതിങ്ങനെ താഴോട്ട് ഇങ്ങനെ പോകുമെന്നറിയാം. അപ്പോൾ അതിന് പകുതിക്ക് വെച്ച് തന്നെ അവർ സ്റ്റോപ്പ് ചെയ്ത് ബാക്കി ആൻസർ LCMൻ്റെ ആൻസർ കണ്ടുപിടിക്കും.
അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായല്ലോ LCM കണ്ടത്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള കാര്യം കണക്കിൻ്റെ ബേസിക് മുതൽ അറിയാൻ വേണ്ടിയാണ്. കാരണം അത് അറിയാത്തവർ കാണുമായിരിക്കും. അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വളരെ ബേസിക് ആയിട്ട് നമ്മളിത് ക്ലാസ് എടുക്കുന്നത്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ എഴുതിയിരിക്കുന്ന ഈ നമ്പറെല്ലാം നമ്മൾ ഗുണിക്കും. അപ്പോൾ ഫസ്റ്റ് 2, സെക്കൻഡ് 2. ഇപ്പോൾ 2 ഗുണം 2 4. വീണ്ടും അടുത്ത തൊട്ട് താഴെ മൂന്നാമത്തെ 2ആണ്. അപ്പം 4 ഗുണം 2 8. അടുത്തത് മൂന്നാമത്തെ നമ്പറാണ്. അപ്പം ഈ 8 ഗുണം 3 24. പിന്നെ അറിയാലോ, ഒന്നിനോട് ഏത് സംഖ്യ ഇട്ട് ഗുണിച്ചാലും നമ്മൾ ഏത് സംഖ്യയാണോ ഗുണിക്കാൻ എടുക്കുന്നത് ആ സംഖ്യ തന്നെയായിരിക്കും അതിൻ്റെ ആൻസർ. ഉദാഹരണം 1 × 1 1 1 ഗുണം 2 അത് 2 ആയിരിക്കും. 1 ഗുണം 3 3 അതേപോലെ തന്നെ നമ്മൾ ഈ സൈഡിൽ നിന്ന് ഗുണിച്ച് വന്നപ്പോൾ, അതായത് ഫസ്റ്റ് 2 ആ സൈഡിലെ സംഖ്യയെല്ലാം ഗുണിച്ച് വന്നപ്പോൾ 3 നമ്മൾ 3 24 കണ്ടു. അപ്പോൾ 24 1 ഗുണിക്കുമ്പോൾ, അല്ലെങ്കിൽ 1 ഗുണം 24 നോക്കുമ്പോൾ 24 തന്നെയായിരിക്കും ആൻസർ. അപ്പോൾ ബാക്കിയുള്ള ഒന്നിനോട് എല്ലാം ഗുണിച്ചാലും 24 തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? LCM കണ്ടു. എത്രയാണ്? 24. 24 ആണ് LCM. അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ചോദ്യത്തിൽ കൊടുത്തിരിക്കുന്ന ആ ഭിന്നസംഖ്യകൾ, ആ ഫ്രാക്ഷൻസ്, അത് ഓരോന്നായിട്ട് നമ്മൾ എടുക്കുകയാണ്. ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് 1/2 ആണ്. അപ്പോൾ നമ്മൾ എഴുതുന്നു 1/2 ഇൻറ്റു, ഇനി ഈ 1/2 2 ഉണ്ടല്ലോ, ഡിനോമിനേറ്റർ ആയിട്ടുള്ള 2വിനോട് 2നോട് എത്ര ഗുണിച്ചാലാണ് LCM ആയി 24 കിട്ടുമെന്നൊന്ന് നോക്കാം. ഇപ്പോൾ 2 അതിനോട് എത്ര ഗുണിച്ചാലാണ് LCM കിട്ടുക? LCM എത്രയാണ്? 24. അപ്പോൾ 2 ഗുണം 12. 2 ഗുണം 12, അതായത് 12 ഇൻറ്റു 2 നമ്മൾ ഗുണിക്കുമ്പോഴാണ് 24 കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 12 എഴുതുക, എന്നിട്ട് ഫ്രാക്ഷൻസ് ബാർ വരയ്ക്കുക. തൊട്ടു മേളിലും ആ 12 തന്നെ കൊടുക്കണം. ഓക്കെ, മനസ്സിലായല്ലോ? 24 LCM ആയി 24 കിട്ടണമെങ്കിൽ 1/2 2വിനോട് എത്ര കൊണ്ട് ഗുണിച്ചാലാണ് 24 കിട്ടുക? അപ്പം ആൻസർ 12. ഫസ്റ്റ് നമ്മൾ 12 എഴുതുന്നു, തൊട്ട് മേളിൽ ബാർ വരയ്ക്കുന്നു, അതിൻ്റെ മേളിൽ വീണ്ടും 12 എഴുതുന്നു. ഓക്കെ, ദെൻ പ്ലസ് അധികം അടുത്ത ഭിന്നസംഖ്യ, അടുത്ത ഫ്രാക്ഷൻ ഏതാണ്? 2/3. ഓക്കെ, അപ്പോൾ നമ്മൾ 2/3 ഇൻറ്റു, നമ്മൾ നേരത്തെ എടുത്ത 2നോട് എത്ര ഗുണിച്ചാലാണ് 24 കിട്ടുന്നത്? 2നോട് 12 ഗുണിച്ചപ്പോഴാണ് 24 കിട്ടിയത്. അതേപോലെ തന്നെ നെക്സ്റ്റ് സ്റ്റെപ്പായ ഫ്രാക്ഷനായ 2/3 3നോട് എത്ര കൊണ്ട് ഗുണിച്ചാലാണ് 24 കിട്ടുന്നത്? 8. 3 24. നമ്മൾ 8 എഴുതുന്നു ബൈ 8. മേളിലും ആ 8 തന്നെ കൊടുക്കണം. നെക്സ്റ്റ് ഭിന്നസംഖ്യ എടുക്കുന്നു. 1/4 ഇൻറ്റു 4നോട് എത്ര ഗുണിക്കുമ്പോഴാണ് 24 കിട്ടുന്നത്? 6. 6/6. നെക്സ്റ്റ് പ്ലസ് 1/8. 8നോട് എത്ര ഗുണിച്ചാലാണ് 24 കിട്ടുന്നത്? 3. അപ്പോൾ 3/3. ഇത്രയും ക്ലിയർ ആയല്ലോ? ജസ്റ്റ് ഒന്ന് 1/2, 2നോട് 12 ഗുണിക്കുമ്പോഴാണ് 24 കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ 12 മേളിൽ ആ 12 തന്നെ കൊടുക്കണം. ഡിനോമിനേറ്റർ ഏതാണോ കൊടുത്തേക്കുന്നത് അത് തന്നെ ന്യൂമറേറ്ററും കൊടുക്കണം. ഛേദം എന്താണോ അത് തന്നെ അംശവും കൊടുക്കുക അവിടെ. പ്ലസ് അടുത്ത ഫ്രാക്ഷൻസ് ക്വസ്റ്റ്യനിൽ എടുക്കുന്നു 2/3. ആ 3ൻ്റെ കൂടെ എത്ര, അതായത് ഡിനോമിനേറ്ററുമായ 3ൻ്റെ കൂടെ എത്ര ഗുണിച്ചാലാണ് 24 കിട്ടുന്നത്? 8. 3 24. അത് 8/8. നെക്സ്റ്റ് 1/4. 1/4നോട് എത്ര ഗുണിച്ചാലാണ് 24 കിട്ടുക? 24 കിട്ടുക? 6. 6 4 24 പ്ലസ് 1/8. 8നോട് 3 ഗുണിക്കുമ്പോഴാണ് 24 കിട്ടുന്നത്. 3/3. ക്ലിയർ ആയല്ലോ? അടുത്ത സ്റ്റെപ്പ്, തൊട്ട് മേളിൽ എഴുതിയിരിക്കുന്ന സ്റ്റെപ്പിലെ ഫസ്റ്റ് 1/2 ഇൻറ്റു 12/12. ഓക്കെ, 1/2 ഗുണനം 12/12. അതിൽ ഫസ്റ്റ് നമുക്ക് എഴുതാം 2 ഇൻറ്റു 12 എത്ര? 24. ഓക്കെ, 24 എഴുതുന്നു ബൈ 1 ഗുണം 12 മേളിലെഴുതുന്നു 12. ക്ലിയർ ആയല്ലോ? താഴത്തെ 2ഉം 12ഉം കൂടെ ഗുണിച്ച് 24 എഴുതുന്നു. മുകളിലത്തെ ന്യൂമറേറ്ററിനെ തമ്മിൽ ഗുണിച്ച് 1 ഇൻറ്റു 12. ഒന്നിനോട് ഏത് സംഖ്യ ഗുണിച്ചാലും ആ സംഖ്യ തന്നെ ആയിരിക്കുമല്ലോ ആൻസർ. അപ്പോൾ 1 ഇൻറ്റു 12 12. അടുത്ത സംഖ്യ എടുക്കാം. 2/3 ഇൻറ്റു 8/8. അപ്പോൾ നോക്കാം, 3 ഗുണം 8 എത്ര? 24. 2 ഗുണം 8 എത്ര? 16. ക്ലിയർ ആയല്ലോ? അടുത്തത് 1/4 ഇൻറ്റു 6/6. ഓക്കെ, അപ്പോൾ 6 4
4 ഇൻറ്റു 6 എത്ര? 24 ബൈ 1 ഗുണം 6 6 പ്ലസ് 1/8 ഓക്കെ 8 ഗുണം 3 24 ബൈ 1 ഗുണം 3 3. അങ്ങനെ നമ്മൾ ഫൈനൽ സ്റ്റെപ്പിലേക്ക് എത്താറായിരിക്കുകയാണ്. ഓക്കെ, ഇനി ശ്രദ്ധിച്ചേ, ഈ ഡിനോമിനേറ്ററുകളെല്ലാം 24 24 24 24 അതായത് 12/24 16/24 6/24 3/24. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് എഴുതേണ്ടത്? ഡിനോമിനേറ്റർ എല്ലാം സെയിം ആയി. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഡിനോമിനേറ്ററിനെ ഒരു കോമൺ നമ്പർ ആക്കണം. അത് നമ്മൾ ആക്കി. എങ്ങനെ? ഡിനോമിനേറ്റർ 24 ബൈ മേളിലെ 12 പ്ലസ് 16 പ്ലസ് 6 പ്ലസ് 3 എഴുതിയല്ലോ. ഇനി ഈസി അല്ലേ? ഈസ് ഈക്വൽ ടു 37/24 37/24 37/24. അപ്പോൾ 37/24 നമ്മൾ ഭാഗിക്കുമ്പോൾ ആൻസർ കിട്ടുന്നത് 1.54. മനസ്സിലായല്ലോ? 1.54. 37-24 കൊണ്ട് നിങ്ങൾക്ക് ഹരിക്കാൻ അറിയാമായിരിക്കുമല്ലോ എല്ലാവർക്കും. പോയിൻ്റ് ഇട്ടെല്ലാം ഹരിക്കാൻ അറിയാം. ഇത് പോയിൻ്റ് വരുമ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നെല്ലാം അറിയാം. അറിയാത്തവർ താഴെ കമൻറ്റ് ചെയ്യാൻ, നമുക്ക് അതും കൂടെ ഒരു ഷോർട്ട് വീഡിയോ അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അതും കൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആൻസർ കിട്ടുന്നത് 1.54. ഈ ക്വസ്റ്റ്യൻ പലവട്ടം നിങ്ങൾ നമ്പറുകൾ മാറ്റി നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾ ബൈ ഹാർട്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എഴുതുന്നതിന് മുമ്പ് തന്നെ LCM എത്രയാണെന്നും അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നിങ്ങൾക്ക് കണക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഇനിയും ഇതേപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ PSC അറ്റൻഡ് ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് ഇത് അയച്ചു കൊടുക്കുക. തുടർന്ന് ഇതേപോലുള്ള വീഡിയോയ്ക്ക് വേണ്ടി ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.